ഹായ് ഗൈസ്, വെൽക്കം ടു അല്ലീസ് ഗാർഡൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ബൊഗെയിൻവില്ല, റോസ് ഒക്കെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അടീനിയം ഒട്ടും പിറകിലൊന്നും അല്ല. അടീനിയം വളർത്തുന്ന ഒരുപാട് എക്സ്പേർട്ട് ഉണ്ട്. ഒരുപാട് പൂക്കൾ പിടിച്ച് നിൽക്കുന്ന അടീനിയം ഉള്ള വീടുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉള്ളവരുണ്ട്. എനിക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. ആ ഒരു കളക്ഷനിൽ തന്നെ ഇത്രയും പൂക്കൾ എങ്ങനെ പിടിക്കുന്നു, അല്ലെങ്കിൽ റീപോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ DAP NPK എന്ന് വിടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഫെർട്ടിലൈസറും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. അടീനിയത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർ ചിന്തിക്കുമായിരിക്കും, ഇത്രയും കാര്യമായിട്ടുള്ള പരിചരണമൊക്കെ അടീനിയത്തിന് വേണോ, അല്ലെങ്കിൽ പിടിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അത്ര പരിചരണമൊന്നും വേണ്ട കേട്ടോ. റോസിൻ്റെ അത്രയും കഷ്ടപ്പാടൊന്നും അടീനിയത്തിനില്ല. കുറച്ചൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കുകയും കുറച്ചൊക്കെ റീപോർട്ടിങ്ങും പോട്ടിങ്ങും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ തരും. ഒരുവിധം സിംഗിൾ പെറ്റൽസ് എല്ലാം നാടൻ വെറൈറ്റിയാണ്, ബാക്കിയുള്ളതെല്ലാം അതായത് ഡബിൾ പെറ്റൽസ് ഒക്കെ ഹൈബ്രിഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് റീപോർട്ടിങ് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതെന്ന് പറയുന്നത് പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളാണ് കേട്ടോ. പൊട്ടിയ കലമായാലും കുഴപ്പമില്ല, ചട്ടിയായാലും കുഴപ്പമില്ല, ഓടായാലും കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസസ് മതി. ഇതിന് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മണ്ണെന്ന് പറയുന്നത് എപ്പോഴും നീർവാഴ്ചയുള്ള അല്ലെങ്കിൽ വേര് പെട്ടെന്ന് ഓടുന്ന രീതിയിലുള്ള മണ്ണ് വേണം. കട്ട മണ്ണൊന്നും പാടില്ല, അതായത് പശയാവുന്ന മണ്ണ് പാടില്ല. അപ്പോൾ കുറച്ച് പോട്ടിംഗ് മിക്സൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അളവിലാണ് എടുക്കുന്നത്, ഒരു വലിയ പോട്ട് എന്നുള്ള രീതി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കരിക്കട്ടയാണ്. ഇപ്പോൾ കരിക്കട്ട എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ, അടുപ്പിൽ നിന്ന് ഇതുപോലെ കനലെടുത്തതിന് ശേഷം വെള്ളത്തിലിടുക, അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, അപ്പോൾ കരിക്കട്ട ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കരിക്കട്ട കളക്ട് ചെയ്യുന്നത്. വളരെ ഈസിയുള്ള പ്രോസസ്സാണ്. അഥവാ നിങ്ങളുടെ വീട്ടിൽ അടുപ്പിലല്ല ചോറ് വയ്ക്കുന്നതെങ്കിൽ കുറച്ച് ചുള്ളിക്കമ്പ് എടുക്കുക, കത്തിക്കുക, പിന്നെ അതിൽ നിന്ന് കനൽ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കരിക്കട്ട ഉണ്ടാക്കുക. അതോടെ പോയി ക്രഷ് ചെയ്ത് കുറച്ച് തണുത്തിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ പോയി ക്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതും നേരത്തെ എടുത്ത ഒരു അളവിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ പീസ് മതി, കാരണം വലിയ പീസ് ആവുകയാണെങ്കിൽ അത് ശരിയാവത്തില്ല. ചെറിയ ചെറിയ പീസസ് ഒക്കെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള പീസസ് മതി കേട്ടോ, വലിയ പീസസ് വേണം. നമുക്ക് അതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് മണ്ണ് വേണം. നല്ല വേർമി കമ്പോസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. കരിയില കമ്പോസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്നത് 1 ലിറ്ററിൻ്റെ കപ്പിലാണ് എടുക്കുന്നത്. ഇതിലാണ് കേട്ടോ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കും. ഇതിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല പൊടിയായിട്ടിരിക്കും. അപ്പം നമ്മുടെ എല്ലാ രീതിയിലുള്ള സംഭവവും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പോട്ടിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്ന ഊമിയാണ്, നമ്മുടെ നെല്ലിൻ്റെ ഊമിയാണ്. അത് അടീനിയത്തിന് ബെസ്റ്റാണ് കേട്ടോ. ഇതല്ലാതെ നമ്മുടെ കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ മോസ് ഉണ്ടല്ലോ, അതായത് പായൽ ഉണങ്ങിയിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ ഇടുന്ന പോട്ട് മിക്സിൽ ഇടുന്നതുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഇടേണ്ട. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പോട്ട് മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കരിക്കട്ട എടുക്കുന്നുണ്ട്, ഉമി എടുക്കുന്നുണ്ട്, ഓടിൻ്റെ കഷ്ണം എടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ കരിയില കമ്പോസ്റ്റ് കുറച്ച് അളവിൽ എടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് മണൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതായത് റിവർ സാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ പലതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള എടുക്കും. നോർമലി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് റോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റോസിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അടീനിയം നടാമെന്ന് വിചാരിച്ചു. പക്ഷേ അടീനിയം എന്ന് പറയുന്നത് എപ്പോഴും പഴുന്ന പോലത്തെ പോട്ടിൽ നടുന്നതാണ് നല്ലത്. അടീനിയം പോട്ടായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ കോഡക്സ് ഒക്കെ എന്ന് പറയുന്നത് നല്ല ഭംഗിയോടെ നിൽക്കും. കുറച്ച് മണ്ണ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം കോഡക്സ് വലുതായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ വലുതാവുന്നതനുസരിച്ച് നമുക്ക് മണ്ണ് മാറ്റി കൊടുക്കാം, പൊക്കി വയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അടീനിയം നടുന്നത് എന്ന് നമുക്ക് നോക്കാം. ബോൺസായി പോലെ നിൽക്കുന്ന ചെടിയാണല്ലോ അടീനിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നട്ടത് ചെറിയ പോട്ടിലായിരുന്നു. അപ്പോൾ കോഡക്സ് എന്ന് പറയുന്നത് താഴോട്ട് നല്ല രീതിയിൽ കുറച്ച് വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മണ്ണ് മാറ്റിയിട്ട് കോഡക്സ് ഒന്ന് പൊക്കി വെച്ച് നോക്കുകയാണ്. കോഡക്സ് ഒക്കെ ഒന്ന് തെളിഞ്ഞ് കാണണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ചീത്തവിളി കേട്ടായിരുന്നു, നീ കഴുകിയിട്ട് അവസാനം ആ ചെടി പിടിച്ചില്ലെങ്കിൽ എന്നെ ഗെറ്റ് ഔട്ട് ആക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അടീനിയം എല്ലാവരും കഴുകിയിട്ട്, റോസ് പോലെയല്ല, അടീനിയം എല്ലാവരും കഴുകിയിട്ട് റീപോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചേട്ടനൊക്കെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിങ്ങനെ കഴുകിയത്. അതിന് തൊട്ട് മുമ്പത്തൊക്കെ അടീനിയം നടുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ കഴുകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അടീനിയത്തിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത് കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടി ആ സൈഡിലുള്ള വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അടീനിയത്തിന് ഒരു മെയിൻ വേര് മതി, എന്നാൽ നല്ല രീതിയിൽ പിടിക്കും. റൂട്ടിന് കുറച്ച് അനക്കം പറ്റിയെന്ന് വെച്ചിട്ട് നശിച്ചു പോകുന്ന ചെടിയൊന്നുമല്ല അടീനിയം. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ സൈഡിലുള്ള സംഭവമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നല്ല കുട്ടപ്പനാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ കോഡക്സ് ഒന്ന് കാണുമല്ലോ. അപ്പോൾ ഇതാണ്ട ഇതേപോലെയൊക്കെ നമുക്ക് കോഡക്സ് ഉണ്ടായാലേ നമുക്കൊരു ഭംഗി കാണത്തുള്ളൂ അടീനിയം നിൽക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ പൊങ്ങിപ്പോയ അടീനിയമാണിത്. അപ്പോൾ അതിനെ ഒന്ന് പ്രൂണിങ് ചെയ്യണം. അത് മുട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രൂണിങ് ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ കുറച്ച് മുട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൂണിങ് ചെയ്യുന്ന ഒരു ഷോട്ട് ഞാൻ ഇട്ടേക്കാം.
എന്തൊക്കെ പറഞ്ഞാലും അടീനത്തിനൊരു മുറിവ് പറ്റിയാൽ സാഫായിരിക്കും നമ്മുടെ ഓർമ്മയിൽ വരിക. അപ്പോൾ ഫഞ്ചിസൈഡായിട്ട് സാഫാണ് കൊടുക്കുന്നത്, മഞ്ഞപ്പൊടിയും കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു വെട്ടോ കുത്തൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സാഫ് പുരട്ടിയിട്ട് നല്ല രീതിയിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. എന്തായാലും ഫഞ്ചിസൈഡ് എന്ന് പറയുന്നത് റോസിനെക്കാട്ടിയും അടീനത്തിനാണ് ബെസ്റ്റ് കേട്ടോ സാഫ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മണ്ണൊക്കെ ഇട്ട് അടീനെ നട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുമാതിരി കിടന്ന് ആടിക്കൊണ്ടിരിക്കും. എനിക്ക് ആദ്യമേ ഒന്നൊരു ആട്ടമൊക്കെ ഉണ്ടായി, പിന്നെ അതങ്ങ് സെറ്റായിട്ടുണ്ട്. നട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി ഓരോരോ ചെറിയ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞ് 4 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മതി കെമിക്കൽ വളങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇത് മുട്ടത്തോടാണ്. മുട്ടത്തോട് യൂസ് ചെയ്യുന്നത് ചെടികൾക്ക് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മുട്ടത്തോട് അതോടെ ഇട്ടാൽ ചിലപ്പോൾ എഫക്റ്റീവ് ആകത്തില്ല. അപ്പോൾ കുറച്ച് വിനാഗിരിയുടെ ഒഴിക്കുകയാണെങ്കിൽ കാൽഷ്യം പെട്ടെന്ന് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പഴത്തൊലിയാണ് കേട്ടോ അത്. അപ്പോൾ 3 ദിവസം വെച്ചിരുന്ന പഴത്തൊലിയും വിനാഗിരി ഒഴിച്ച മുട്ടത്തോടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 4 ലിറ്റർ അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 250 ml വരുന്ന ഈ ഒരു ചെറിയ മിശ്രിതം എന്ന് പറയുന്നത് 4 ലിറ്റർ വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം മതി കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഒരു 4 ലിറ്റർ വെള്ളം മതി. അതും 250 ml അത്ര തന്നെ ധാരാളമാണ്. എന്നാലേ ചെടിയിൽ കുറച്ചൊക്കെ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 3 സംഭവം ചെടികളിലൊക്കെ നമ്മൾ ഇടുന്നതാണ്, അതുകൊണ്ട് അത്രയും കുഴപ്പക്കാരനല്ല. അപ്പോൾ നമ്മൾ അടീന്യത്തിന് നിറഞ്ഞ് പൂക്കാൻ വേണ്ടി പൊട്ടാഷാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതൊക്കെ നമ്മുടെ നഴ്സറികളിലും അല്ലെങ്കിൽ അടുത്തുള്ള വളക്കടകളിലൊക്കെ കിട്ടും. പൊട്ടാഷ് ബെസ്റ്റാണ് നമ്മുടെ അടീന്യം ചെടികൾക്ക്. അപ്പോൾ ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തുള്ള വളങ്ങളാണ്, അല്ലെങ്കിൽ DAP ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അടീന്യത്തെ പറ്റി പറഞ്ഞ് തീർന്നെങ്കിലും റോസിനെ കുറിച്ച് ഓർക്കാത്ത ആരും കാണത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ക്ലിപ്പാണിത്. ഓരോ വട്ടവും 3 കൊലയോടുകൂടി 3ാമത്തെ വട്ടം പിടിക്കുന്ന എൻ്റെ ഓർക്കിഡ് റോസാണിത്. അതിൻ്റെ ഹാപ്പിനെസ് ഒന്ന് ഷെയർ ചെയ്യണമല്ലോ. വീഡിയോ കണ്ടവർക്കും ഇല്ലാത്തവർക്കും സ്കിപ്പടിച്ച് പോയവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.